നമ്മുടെ എല്ലാവരുടെയും വീട് നമുക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു പ്ലേസ് ആണ്. കാരണം നമ്മുടെ കംഫർട്ടും ലൈഫ് സ്റ്റൈലും അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ അങ്ങനത്തെ ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് എക്സിക്യൂട്ട് ചെയ്ത് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് കാലിക്കറ്റാണ്. മിസ്റ്റർ ദിലീപ് ആൻഡ് ഫാമിലിയുടെ 2500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 BHK വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. മെയിൻ ഡോർ തുറന്ന് ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നത് തന്നെ ഇവിടുത്തെ ഒരു കോമൺ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലാണ്. ഈ ഒരു ലിവിംഗ് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 6 സീറ്റർ സോഫ നമ്മളിവിടെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഇത് കാണുന്നത് ക്ലയൻറ്റിൻ്റെ എക്സിസ്റ്റിംഗ് സോഫയാണ്. ഇത് ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ ആണ്. ഈ ഡബിൾ ഹൈറ്റ് വാള് നമ്മൾ ആക്ച്വലി ടെക്സ്ചർ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു TV യൂണിറ്റിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. TV യൂണിറ്റ് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഒരു ലാമിനേഷൻ കം ഗ്ലാസ് ആൻഡ് ടെക്സ്ചർ പെയിൻറ്റ് ഫിനിഷ് ആയിട്ടാണ്. സോ സെൻട്രലി ആണ് ഇവിടെ ഒരു ടെക്സ്ചർ പെയിൻറ്റ് ഫിനിഷ് പ്ലാൻ ചെയ്തത്. 2 സൈഡും പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഗ്രൂ വർക്ക്സും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിനോട് ബോർഡർ ആയിട്ടാണ് ഇവിടെ ഒരു മിറർ പാനലിംഗ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബോട്ടം ക്യാബിനറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ലക്ഷറി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ബ്ലാക്ക് പെയിൻറ്റഡ് ഗ്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജും നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. അത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് TV യൂണിറ്റിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു ചെറിയൊരു ക്രോക്കറി യൂണിറ്റും പറയാം. അറ്റ് ദ സെയിം ടൈം കിച്ചൻ്റെ ഒരു ചെറിയൊരു പാർട്ടീഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ലിവിങ് കഴിഞ്ഞ് വരുന്ന സ്പേസ് തന്നെയാണ് ഇവിടുത്തെ ഓപ്പൺ ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർ ആണ്. അതിന് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു കൺസോൾ ടേബിളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ കൺസോൾ ടേബിളിൻ്റെ കളേഴ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ, അതായത് ഓവറോൾ ഈ ഒരു ഇൻറ്റീരിയർ തീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വുഡൻ ആൻഡ് വൈറ്റ് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കൺസോൾ ടേബിളിലാണെങ്കിലും മാക്സിമം സ്റ്റോറേജ് നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഫുൾ ഹൈറ്റ് കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നല്ലൊരു ലൈറ്റിംഗ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ 6 സീറ്റർ ഡൈനിങ് ടേബിളും ചെയറും നമ്മൾ ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. ഈ ഒരു ടേബിൾ ടോപ്പ് നോക്കുകയാണെങ്കിലും ഇത് ഫ്ലോറിങ്ങിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ബേജ്, ഒരു മാർബിൾ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമുക്കൊരു 1 സ്റ്റെപ്പ് ബിലോ ആയിട്ടാണ് ഇവിടുത്തെ കോമൺ വാഷ് യൂണിറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു വലിയൊരു സൈസിലുള്ള മിററും അതിന് കുറച്ച് അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ കോവ് ലൈറ്റും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ സീലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലയൻറ്റിൻ്റെ പ്രത്യേകം റിക്വയർമെൻ്റ് ആയിരുന്നു മാക്സിമം കട്ടിങ് എല്ലാം ഒഴിവാക്കാൻ. സോ നമ്മൾ മാക്സിമം ആ ഒരു എലഗൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ ജിപ്സത്തിൽ നമ്മൾ ചില ഭാഗങ്ങളിൽ മാത്രം അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ടെക്സ്ചർ പെയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പ്രൊഫൈൽ ലൈറ്റും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഏരിയാസിലും. ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫിനിഷും ഡിസൈനും ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഗ്ലാസ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ലൈറ്റ് മാക്സിമം വരുന്നത് കൊണ്ട് തന്നെ നല്ല റിഫ്ലക്ഷനും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ആൻഡ് ലക്ഷറി ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ ഏകദേശം എല്ലാവർക്കും കിട്ടുന്നത്. സോ ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു മിനി ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊരു ഡിഫറെൻ്റ് ഒരു ക്രിയേറ്റീവ് ഡിസൈനിലാണ് നമ്മളിതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ കൊറിയൻ ടോപ്പാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്ത് ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ കുറച്ച് അട്രാക്റ്റീവ്നെസ് തന്നെ കൂട്ടാൻ നമ്മൾ അതിൽ കൂടെ തന്നെ ഒരു പ്രൊഫൈൽ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിന് ഒരു ഹൈലൈഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ യൂസ് ചെയ്ത സെയിം കൊറിയൻ ടോപ്പ് തന്നെയാണ്. അതിനോട് തന്നെ മാച്ച് ആവുന്ന രീതിയിലുള്ള വൈറ്റ് ഡാഡോ ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ വരുന്ന ബ്ലൈൻഡ്സും വൈറ്റ് ആണ്. സോ ഓവറോൾ ഈ ഒരു കിച്ചൻ്റെ തീം കളർ നോക്കുകയാണെങ്കിൽ വൈറ്റ് ആൻഡ് ടീൽ കളർ ആയിട്ടുള്ളൊരു കിച്ചനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു മോഡുലർ കിച്ചന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആക്സസറീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടാൻഡം ഡ്രോസ്, ഓർഗാട്രി, ഓയിൽ പുൾ ഔട്ട് എല്ലാ യൂണിറ്റ്സിനും. പിന്നെ ഓവർഹെഡും ലോഫ്റ്റും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഓവർഹെഡ് യൂണിറ്റ് ആണെങ്കിലും കുറച്ചൊന്ന് യുണീക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു ഷട്ടറിൽ മാത്രം നമ്മളൊരു ഗ്ലാസ് പാർട്ടീഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
സോ അതിൻ്റെ അകത്തും ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ട്. ഗ്ലാസ് ആയതുകൊണ്ട് നല്ല വിസിബിലിറ്റി കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നത്. ആ വർക്കിംഗ് കിച്ചണിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഓപ്പൺ പാനലിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വർക്കിംഗ് കിച്ചൺ പറയുന്നത് മാഡം പറഞ്ഞിട്ടുണ്ട് മെയിൻ കുക്കിംഗ് ഇവിടെയാണ് നടക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഏതായാലും ഗ്ലാസ് ഫിനിഷിൽ പോയിട്ടില്ല, ഇവിടെ ലാമിനേഷൻ ഫിനിഷ് തന്നെയാണ്. ഈ കളർ നോക്കുകയാണെങ്കിലും മാച്ചായി നിൽക്കുന്ന ഒരു സെയിം കളർ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഫീൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിലാണെങ്കിലും മാക്സിമം എല്ലാ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഹാർഡ്വെയർസും യൂസ് ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ ഈ ഒരു സ്പേസ് അത്യാവശ്യം വലിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ സ്റ്റോറേജ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിറ്റ് പ്ലാൻ ചെയ്തു. ബട്ട് ദെൻ ക്ലയൻറ്റിന് ഒരു ഡബിൾ ഡോറായിട്ടുള്ള ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ സ്പേസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലത്തെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണാം. ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു കളർ തീം നോക്കുകയാണെങ്കിലും ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് ടോട്ടലായിട്ടുള്ള ഫേർണിച്ചേഴ്സ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു കിങ് സൈസ് കോട്ടും 2 സൈഡ് ടേബിൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ കോട്ടിൽ തന്നെ ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് എന്തെങ്കിലും വലിയ പില്ലോസോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സോ മാക്സിമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ആൻഡ് ഈ ഒരു ഹെഡ് പാനലിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് അട്രാക്റ്റീവ്നെസ്, ഇപ്പോൾ ഗ്രേയും ബ്ലാക്കും മാത്രമല്ല ചെറിയൊരു ഡിസൈനർ എലമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഗ്രൂവ് വർക്ക്സും നമ്മളതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളും ഹൈലൈറ്റ് ചെയ്യാൻ ടെക്സ്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ടെക്സ്ചർ പെയിൻറ്റ് ടോട്ടലി ഈ റൂമിൻ്റെ ഫേർണിച്ചർ ഡിസൈനോട് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളേഴ്സാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൻ്റെ അടുത്തൊരു ഹൈലൈറ്റ് പറയുന്നത് ഇവിടുത്തെ വാർഡ്രോബാണ്. വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ പ്രീമിയം ലുക്കിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് കൊടുത്തത് കൊണ്ട് തന്നെ ഉള്ളിലത്തെ ലൈറ്റിങ്ങും ആംബിയൻസിനും നമ്മൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെയാണ് പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് അലുമിനിയം പ്രൊഫൈൽസ് ആണ്. അത് ടോട്ടലി ഒരു വിസിബിലിറ്റി കിട്ടുമില്ല, അറ്റ് ദ സെയിം ടൈം ചെറിയ രീതിയിൽ നമുക്ക് കാണുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിക്കറും കൂടി അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് മേലെ ലോഫ്റ്റ് യൂണിറ്റ് ഉണ്ട്. അത് ലാമിനേഷൻ വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഷട്ടർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു റൂമത്തെ യൂണിറ്റ് പറയുകയാണെങ്കിൽ ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, അങ്ങനെ ഒരു 2 കോമ്പിനേഷനിലും വർക്ക് ചെയ്യാൻ പറ്റിയൊരു യൂണിറ്റ് ആണ്. 2 ഡ്രോവേഴ്സും മേലെ തന്നെ സ്റ്റോറേജ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറെസ് മിറേഴ്സ് ആണെങ്കിലും നമുക്ക് ഇരുന്ന് ഗ്രൂം ചെയ്യാൻ പറ്റിയ നോക്കുന്ന ഒരു മിററും ഒരു ഫുൾ ഹൈറ്റ് ഉള്ളൊരു മിററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ആണെങ്കിലും നമ്മൾ എല്ലാ റൂംസിലും പ്രൊവൈഡ് ചെയ്ത പോലെ തന്നെ പ്ലെയിൻ ജിപ്സം തന്നെയാണ്. സൈഡിൽ മാത്രം ഒരു കട്ടിംഗ് ആയിട്ട് കോൾ ലൈറ്റ്സും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലിവിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് കിഡ്സ് ബെഡ്റൂം വരുന്നത്. ഈ റൂം കാണുകയാണെങ്കിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു കിഡ്സ് റൂമാണെന്ന്. ബിക്കോസ് ഇതിൽ കൊടുത്തിരിക്കുന്ന കളർ തന്നെയാണ് ഒരു ലൈറ്റ് ബ്ലൂ ആണ് നമ്മളിതിൽ മാക്സിമം എല്ലാ ഏരിയാസിലും യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ടോട്ടൽ ഫേർണിച്ചേഴ്സ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ക്വീൻ സൈസ് കോട്ട് വിത്ത് 2 സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വാളിൽ ടെക്സ്ചർ പെയിൻറ്റ് ഫിനിഷാണ്, അതും ഒരു ബ്ലൂവിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ കോട്ട് നോക്കുകയാണെങ്കിലും സൈഡിൽ നമ്മൾ ഗ്രൂവ് വർക്ക്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചൊരു അട്രാക്റ്റീവ്നെസ് കൂട്ടാനും അറ്റ് ദ സെയിം ടൈം ഈ വാർഡ്രോബിനോട് മാച്ചായി നിൽക്കാനാണ്. ബിക്കോസ് നമ്മൾ വാർഡ്രോബിൻ്റെ ഈ ഷട്ടർ ഡോറിൻ്റെ ഏറ്റവും താഴെയും നമ്മൾ ഗ്രൂവ് വർക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കോട്ടിലാണെങ്കിൽ മാക്സിമം സ്റ്റോറേജ് എൻഷുർ ചെയ്യാൻ വേണ്ടി ഡ്രോവേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ഷട്ടർ ഡോറുള്ള വാർഡ്രോബാണ്. ലോഫ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു മിനി സ്റ്റഡി ടേബിളും ബുക്ക് ഷെൽഫും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിനോട് നിൽക്കുന്നത് തന്നെയാണ് ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, ഒരു ചെറിയൊരു ഡ്രസ്സിങ് യൂണിറ്റും അവിടെ ഒരു ഫുൾ ഹൈറ്റ് മിററും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലൈൻഡ്സ്, മൊത്തത്തിൽ ബ്ലൈൻഡ്സിൻ്റെ കളർ നോക്കുകയാണെങ്കിലും മൊത്തം ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് എല്ലാ ഏരിയാസിലും നമ്മളിതിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് ആണെങ്കിലും പ്ലെയിൻ ജിപ്സം ആണ്. അതിൻ്റെ അട്രാക്റ്റീവ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു അറ്റാച്ച്ഡ് ആയിട്ട് ഒരു വാഷ്റൂമും കൂടി വരുന്നുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. അതിനു മുന്നേ ഈ സ്റ്റെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ടീക്കിലും ഗ്ലാസ് ഫിനിഷിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കിച്ചനും സ്റ്റെയറും തമ്മിലൊരു പാർട്ടീഷനും അറ്റ് ദ സെയിം ടൈം മാക്സിമം ക്യൂരിയോസ് ക്ലയൻറ്റിനുള്ളത് കൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ക്യൂരിയോസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾസോ കുറച്ചൊരു ലക്ഷറി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഗ്ലാസ് ഷെൽഫ്സും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഫീച്ചർ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഡബിൾ ഹൈറ്റ് വാള് തന്നെയാണ്. അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ടെക്സ്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ സൺസ് ബെഡ്റൂം ഒന്ന് കാണാം. സോ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ സൺസ് ബെഡ്റൂം. ഈ സൺസ് ബെഡ്റൂമിൻ്റെ കളർ ഡിസൈൻ നോക്കുകയാണെങ്കിലും നമ്മൾ താഴെ കണ്ടിരുന്ന മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് ഗ്രേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെയിം ഒരു സൈസിൽ വരുന്ന റൂം തന്നെയാണ്. ഇതിലാണെങ്കിൽ നമ്മൾ ഒരു ക്വീൻ സൈസ് കോട്ട് വിത്ത് 2 സൈഡ് ടേബിൾസ്, ഒപ്പം തന്നെ ഈ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ടെക്സ്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ വിത്ത് ഒരു ലൈറ്റ് ഒരു ബേജ് ഷെയ്ഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കോട്ടിലാണെങ്കിലും ഇവിടെ എല്ലാ ബെഡ്റൂംസിലും കോട്ടിൽ സ്റ്റോറേജ് എൻഷ്യൂർ ചെയ്യാൻ വേണ്ടി 2 ഡ്രോവേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വാർഡ്രോബും ഈ ഏരിയയിലാണ് 3 ഷട്ടർ ഡോറുള്ള ഒരു വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലോഫ്റ്റ് ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിനോട് നെക്സ്റ്റ് വരുന്നതാണ് ഒരു ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റഡി കം ഡ്രസ്സിങ് യൂണിറ്റ്. ഇവിടുത്തെ മോൻ പിയാനോ എല്ലാം പ്ലേ ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. മേലെ തന്നെ ഒരു ഓപ്പൺ ലെഡ്ജും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫുൾ ഹൈറ്റ് മിററാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ജിപ്സം സീലിംഗ് ഡിസൈൻ നോക്കുകയാണെങ്കിലും പ്ലെയിൻ സീലിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 പ്രൊഫൈൽ ലൈറ്റ്സ് പല രീതിയിലും കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലത്തെ ഒരു പാസേജ് സ്പേസ് ആണിത്. ഞാൻ ഫസ്റ്റ് താഴ്ന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജിപ്സം സീലിങ്ങിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ്ലി പ്ലെയിൻ ജിപ്സം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൽ ഹൈലൈറ്റ് ചെയ്യാൻ പ്രൊഫൈൽ ലൈറ്റ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ, അതായത് എൽ ഷേപ്പിലുള്ള ഒരു കട്ടിങ്ങിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് അവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മിനി ഷാൻഡിയറും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ഒരു സൺസ് ബെഡ്റൂമും കൂടി കാണാം. ഇതാണ് വേറൊരു സൺസ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിലും താഴത്തെ കിഡ്സ് ബെഡ്റൂമിൻ്റെ സെയിം സൈസിലാണ് വരുന്നത്. എല്ലാ തരത്തിലുള്ള ഫർണിച്ചർ യൂണിറ്റ്സും നമ്മളിതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ക്വീൻ സൈസ് കോട്ടിൽ സ്റ്റോറേജ് എൻഷോർ ചെയ്തിട്ടുണ്ട്. ഈ വാൾ നമ്മൾ ടെക്സ്ചർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് ആണെങ്കിലും 3 ഷട്ടർ ഡോറും ഒരു ലോഫ്റ്റ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റഡി ടേബിൾ വിത്ത് 2 ഡ്രോവേഴ്സും പിന്നെ മാക്സിമം ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ഇതിൽ എൻഷോർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡ്രസ്സിങ് യൂണിറ്റും അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഫുൾ ഹൈറ്റ് മിററും കൂടിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ജിപ്സത്തിനെ പറ്റി പറയുകയാണെങ്കിലും പ്ലെയിൻ ജിപ്സത്തിൽ ഒരു സൈഡിൽ മാത്രം കട്ടിങ് പ്രൊവൈഡ് ചെയ്ത് കോവ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ടോട്ടലി ഒരു റൂമിന് ആംബിയൻസും കൂടി കിട്ടുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ ഒരു പുതിയ വീടിൻ്റെ ഇൻറ്റീരിയർ പ്രൊജക്റ്റുമായിട്ട് ഞാൻ വരാം. അൺടിൽ ദെൻ ബൈ ഫ്രം ഷീക. താങ്ക് യു ഫോർ വാച്ചിങ്.